വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി എന്ന് കോൺഗ്രസിന്റെ ഔദ്യോഗിക ഗ്രൂപ്പിൽ പോസ്റ്റർ. ചേലക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. സത്യപ്രതിജ്ഞ തിങ്കളാഴ്ചയാണെന്നും ഈ പോസ്റ്ററിൽ പറയുന്നുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ തൃശ്ശൂരിൽ നിന്നും ചേരുന്നു. ശ്രീജിത്ത്, ഹൈക്കമാൻഡ് തീരുമാനം എടുത്തിട്ടില്ല ഇതുവരെ. അതിനു മുൻപ് അണികൾ സത്യപ്രതിജ്ഞ തീരുമാനിച്ചു അല്ലേ? സത്യപ്രതിജ്ഞയ്ക്കുള്ള സമയവും ഈ പോസ്റ്ററിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 10 മണിയോടുകൂടി സത്യപ്രതിജ്ഞ നടക്കുന്ന തരത്തിലൊക്കെ തന്നെയാണ് ഒരു പ്രചാരണം ഈ മേഖലയിൽ നടക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ഫ്ലക്സ് ബോർഡ് പല മേഖലയിലും സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഒരു കോൺഗ്രസിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇതിൽ മണ്ഡലം ഭാരവാഹികളുണ്ട്, ബ്ലോക്ക് പ്രസിഡന്റുണ്ട്, കൂടാതെ DCC ഭാരവാഹികളുണ്ട്. അവിടെ മത്സരിച്ച് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശിവൻ വീട്ടിക്കുന്ന് അടക്കമുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് ഇപ്പോൾ തിങ്കളാഴ്ച വി ഡി സതീശന്റെ സത്യപ്രതിജ്ഞ, കേരളത്തിന്റെ മുഖ്യമന്ത്രി, അടുത്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്ന തരത്തിലുള്ള പ്രചാരണം വന്നിരിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ ഇത് പറയുന്നത് വ്യാജ പ്രചാരണം. എല്ലാ ഗ്രൂപ്പുകളുമുള്ള, അതായത് KC-യുടെയും VD-യുടെയും RC-യുടെയും ഒക്കെ അണികളുള്ള ഗ്രൂപ്പ് അല്ലേ ഇത്? തീർച്ചയായും അവിടുത്തെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട മുഴുവൻ നേതാക്കളും, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ചേലക്കര നിയോജകമണ്ഡലത്തിലെ മുഴുവൻ പ്രവർത്തകരും നേതാക്കളുമുള്ള വലിയൊരു ഗ്രൂപ്പാണ്. അവിടെയാണ് ഒരു പ്രവർത്തകൻ, ഹരി എന്നാണ് ആ പേരെന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ VD അടുത്ത മുഖ്യമന്ത്രി തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ സമയമടക്കം പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റർ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. എന്തായാലും വലിയ അമർഷം VD എതിർക്കുന്ന KC-യുടെയും RC-യുടെയും അടക്കമുള്ള ആളുകൾക്ക് ഇതിനകം തന്നെ ഉണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ അടുത്തത് ഇനി KC-യുടെ സത്യപ്രതിജ്ഞ എന്ന ഒരു പോസ്റ്റർ വരുമെന്നാണ് എതിർവിഭാഗം ഇപ്പോൾ പറയുന്നത്. ഇങ്ങനെ ഈ പൊതു ആയിട്ട് അല്ലെങ്കിൽ പരസ്യമായുള്ള പ്രകടനങ്ങളിലാണല്ലോ നടപടിയെടുക്കുക. ഇനിയിപ്പോ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഈ തെരുവിലെ യുദ്ധം അടുത്ത വാട്സ്ആപ്പിലെ പോരായ്ക്ക് മാറി. വാട്സ്ആപ്പ് ഗ്രൂപ്പായിട്ട് കൊള്ളാം, അല്ലെങ്കിൽ വലിച്ചു കീറലും കരിയോരൊഴിക്കലും ഒക്കെ പോസ്റ്റർ ഉണ്ടാക്കി പോസ്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ്. എന്തായാലും ആരോഗ്യകരമായ നിലയിലേക്ക് കാര്യങ്ങൾ മാറുമായിരിക്കും ഇനി. പക്ഷേ അപഹാസ്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.